അന്ന് നടന്ന വേറൊരു സംഭവം പറയാവേ. ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. അന്ന് ആക്സിഡൻറ്റ് മെയ് 31-ന് ചെറിയൊരു ആക്സിഡൻറ്റ് ഞാനും എൻ്റെ ഒരു ബൈക്കിൽ വന്ന കുറച്ച് പിള്ളേരുമായിട്ടുണ്ടായെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാനും ബൈക്കിൽ വന്ന പിള്ളേരും തമ്മിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, ഞങ്ങൾക്ക് കേസും ഇല്ല, ഒന്നുമില്ല. അവിടെ കൂടി നിന്ന ആൾക്കാർക്കായിരുന്നു പ്രശ്നം. അവരാണ് എൻ്റെ വണ്ടി ചവിട്ടിപ്പൊളിക്കുകയും റെയിൻ ഗാർഡ് അടത്തി കളയുകയും എല്ലാം ചെയ്ത് അങ്ങനെ സീനായി. അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി, അടിയായി. അവസാനം പോലീസ് വന്നു. പോലീസ് വന്നു കഴിഞ്ഞിട്ട് നമ്മളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എൻ്റെ പേരിൽ FIR എടുത്തു. ഞാൻ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പേരിൽ FIR എടുത്തു. മറ്റുള്ളവരെയൊക്കെ വെറുതെ വിടുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി എന്നെ ഇങ്ങനെ പബ്ലിക് അബ്യൂസ് ചെയ്തു, എനിക്ക് ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ പോയി മെഡിക്കൽ എടുത്തു. പിറ്റേ ദിവസം ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് ആക്സിഡൻറ്റ് പറ്റി, അത് പബ്ലിക് അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇൻറ്റിമേഷൻ വന്നു. അതിൻ്റെ പേരിൽ എന്നെ മൊഴി എടുപ്പിക്കാൻ വേണ്ടി ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു വരുത്തി. ഓക്കെ, അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവിടുത്തെ പോലീസ് മേധാവി എന്നെ പേടിപ്പിച്ച് ഓടിക്കാൻ വേണ്ടി നോക്കുക. മനസ്സിലായോ? എന്നെ ഉപദ്രവിച്ചത് ഇടതുപക്ഷ ഗുണ്ടകളാണ്. മനസ്സിലായോ? ഈ കോളനിയിലുള്ള ഗുണ്ടകളാണ്. പുത്തമ്പള്ളി കുറിച്ചി ഭാഗത്തുള്ള കുറച്ച് 3 പേര്, അമ്പാടി, അഭിജിത്ത്, പൾസർ ഗിരീഷ് എന്നീ പറയുന്ന 3 പേരാണ് എന്നെ ആക്രമിച്ചത്. അപ്പം അവരുടെ കാര്യം ഞാൻ പറഞ്ഞപ്പം പോലീസ് മേധാവി എന്നെ പേടിപ്പിക്കും, എന്നെ ആൻറ്റി സോഷ്യലായിട്ട് പ്രഖ്യാപിക്കും, എൻ്റെ ഫോട്ടോ അവിടെ ഒട്ടിച്ചു വെക്കുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ ഞാൻ എൻ്റെ ഒരു നല്ല ഫോട്ടോ തരാം, സാറ് തന്നെ അവിടെ ഫ്രെയിം ചെയ്ത് വെച്ചോളാൻ പറഞ്ഞു. പിന്നെ എൻ്റെ പേര് 3 കേസ് എടുക്കുമെന്ന് പറഞ്ഞു. അത് എന്നാത്തിൽ ഏത് വകുപ്പിലാണ് എനിക്കെതിരെ 3 കേസ് എടുക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. ഞാൻ പറഞ്ഞെടുത്തു. എന്നോട് പറഞ്ഞു 3 കേസ് എൻ്റെ പേരിലെടുക്കും എന്ന് അവിടുത്തെ മേധാവി, പോലീസ് മേധാവി എന്നോട് പറയുന്നു. ഞാൻ പറഞ്ഞു, സാറേ സാറ് 3ഓ 10ഓ എത്ര കേസാണേലും സാറ് വേണേൽ എടുത്തോ, ഞാനത് ഫേസ് ചെയ്തോളാം എന്ന് പറയുന്നു. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റബിൾ ഉണ്ട്, ലേഡി കോൺസ്റ്റബിൾ ഉണ്ട്. അപ്പം പുള്ളിക്കാരിയോട് ചോദിച്ചു, എന്താ മിനിമോളെ ഈ കൊച്ചിങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം അവർ പറഞ്ഞു, അതിൻ്റെ ജീവിതാനുഭവം കൊണ്ടായിരിക്കും അതങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, എൻ്റെ പുറകെ പോലീസിനെ വിടും, ഞാൻ എവിടെ പോയാലും നിൻ്റെ പുറകെ പോലീസ് കാണുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വിട്ടു, എനിക്കൊരു പ്രൊട്ടക്ഷൻ ആകുമല്ലോ, ശരിയല്ലേ, നമുക്കൊരു പ്രൊട്ടക്ഷൻ ആകത്തില്ലേ. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പം അവർ നമ്മളെ പേടിപ്പിച്ച് ഓടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കണ്ട. അവർക്ക് FIR ഇടാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഏതെങ്കിലും നല്ലൊരു അഡ്വക്കേറ്റിനെ സമീപിക്കുക. ഞാനിപ്പോൾ അഡ്വക്കേറ്റ് സതീഷ് ശ്രീധരനാഥിനെ സമീപിച്ച് CNB ഇട്ടു. കാരണം നമുക്ക് നീതി കിട്ടണമല്ലോ, കാരണം നമുക്കല്ലേ നഷ്ടങ്ങളുണ്ടായി. എന്നോട് പറഞ്ഞു 3 കേസ് എൻ്റെ പേരിലെടുക്കും എന്ന് അവിടുത്തെ മേധാവി, പോലീസ് മേധാവി എന്നോട് പറയുന്നു. ഞാൻ പറഞ്ഞു, സാറേ സാറ് 3ഓ 10ഓ